വളരെ സന്തോഷം. സോമൻ സാറിന്റെ സ്വാഗതം. കേരളത്തിലെ നെറ്റ്സർഫ് ഉപയോഗിക്കുന്നവർക്കും ഇനി ഉപയോഗിക്കാൻ പോകുന്നവർക്കും ഏറെ സന്തോഷകരം. അതുപോലെ തന്നെ ഏവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ 25-ലധികം സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി ജൈവ കൃഷിയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ വളങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു അരമണിക്കൂർ, ഇപ്പൊ 8:05 8:35 നമ്മൾ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യും. ഇവിടെ പങ്കെടുത്തിരിക്കുന്നവർ ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക. അതോടൊപ്പം തന്നെ ഇതിന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതോടൊപ്പം സംശയങ്ങൾ കേൾക്കുകയും പിന്നെ അത് സംസാരിക്കുന്നത് ചെയ്യുന്നതിനപ്പുറം കുറച്ച് ഭാഗത്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും കൂടെ തയ്യാറാവണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. എൻ്റെ പേര് നിതീഷ് വി പി. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. ഏകദേശം 2020 മുതൽ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഏകദേശം കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ടും അല്ലാതെയും കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ കർഷകർക്ക് അത് ഗുണപ്രദമായി മാറുകയും അതിലൂടെ ഇന്ന് 1000-ലധികമുള്ള കർഷകർ കഴിഞ്ഞ 5 വർഷക്കാലമായി തുടർച്ചയായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഞാൻ കൊടുത്തിട്ട് ഉപയോഗിക്കുന്നു എന്നതിൽ ഞാൻ ഏറെ സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ അത് നിങ്ങളിലേക്കും എത്തിക്കുക എന്ന വളരെ സന്തോഷകരമായ ഒരു ദൗത്യവും കൂടെ എന്നിൽ അർപ്പിതമായിരിക്കുകയാണ്. കാരണം കർഷകർ ഇന്ന് വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറുകയാണ്. അനവധിയായിട്ടുള്ള വളപ്രയോഗങ്ങൾ ഇന്ന് എത്തുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നിങ്ങൾ ഈ പിക്ചറിൽ തന്നെ ഇപ്പൊ കാണുന്നുണ്ടാവും. പല തരത്തിലും പല നിറത്തിലുമുള്ള ബോട്ടിലുകളായിട്ട്, അതായത് ചാക്ക് കണക്കിനുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി, ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ബോട്ടിലുകളായിട്ടുള്ള വളപ്രയോഗത്തിൽ എത്തുമ്പോൾ 25% മുതൽ 40% വരെ ചെലവ് കുറച്ച് 25% മുതൽ 50% വരെ വിളവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 25 ഈ വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 25-ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയെ കുറിച്ച്, അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടക്കാം. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഏകദേശം 30-40 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മണ്ണിന്റെ സ്ഥിതി എന്താണെന്നും ആ മണ്ണ് എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് രാസവളത്തിന്റെയും കെമിക്കലിന്റെയും അമിതമായ ഉപയോഗം മൂലം ആദ്യ കാലഘട്ടങ്ങളിൽ അമിതമായ വിളവ് നമുക്ക് ലഭിച്ചു. പക്ഷേ തുടർന്ന് അങ്ങോട്ട് മണ്ണിന്റെ നശീകരണം, മണ്ണ് നശിച്ചത് മൂലം സസ്യത്തിന്റെ ആരോഗ്യസ്ഥിതി നഷ്ടപ്പെട്ടു, പ്രതിരോധ സ്ഥിതി നഷ്ടപ്പെട്ടു. അതിലൂടെ നിരവധിയായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചു. ഇന്ന് കിട്ടുന്ന വിളവ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. തേങ്ങയ്ക്ക് 18 രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കർഷകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അന്നേരം അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണ്? തേങ്ങയ്ക്ക് 18 രൂപയല്ലേ, നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇന്ന് തേങ്ങയ്ക്ക് 65 മുതൽ 70 രൂപ വരെ എത്തിയിരിക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോ അത്രയും മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നു. 70 രൂപ റബ്ബറിനുണ്ടാകുന്ന സമയം ഇന്ന് 200 മുകളിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ വിളകൾക്കും, കുരുമുളകിനായിക്കോട്ടെ, മറ്റ് വിളകൾക്ക് എല്ലാം ആയിക്കോട്ടെ, നമ്മൾക്ക് വിലയുണ്ട്. പക്ഷേ നമുക്ക് വിളവ് അതിനനുസരിച്ചുണ്ടോ എന്നൊരു ചോദ്യം ഓരോ കർഷകർക്കുടെ മുന്നിലേക്ക് വിടുകയാണ്. എന്തുകൊണ്ടാണ്? മണ്ണിൽ മൂലകങ്ങൾ ആവശ്യത്തിനില്ല, മണ്ണിരകളില്ല, സൂക്ഷ്മജീവികളോ സൂക്ഷ്മാണുക്കളോ ചെറിയ പ്രാണികൾ പോലും ഇന്ന് മണ്ണിൽ അതിജീവിക്കുന്നില്ല. കാരണം നമ്മൾ അമിതമായ രാസവള പ്രയോഗം, ഇന്ന് ഉപയോഗിക്കുന്ന ചാണകത്തിൽ പോലും വേണ്ട ആവശ്യമായ ഘടകങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു കുടക്കീഴിൽ അടങ്ങുന്ന അതിനൂതന ഇസ്രായേലിന്റെ, ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന കേരളത്തിന്റെ വലിപ്പം പോലത്തെ രാഷ്ട്രം എന്ന് പറയുന്ന മേഖലയിൽ അവരുപയോഗിക്കുന്ന കാർഷിക രീതി എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ മെത്തേഡാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന കാർഷിക രീതി എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡാണ്. പാരമ്പര്യമായി നമ്മുടെ കൈകളിൽ അറിവുള്ളതിനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴാണോ ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുന്നത്, അപ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. ടെക്നോളജി ഉപയോഗിക്കുന്നവൻ വളരും, ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും എന്ന ആപ്തവാക്യം ഇന്ന് കയ്യിൽ മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അത് കാർഷിക മേഖലയിലേക്ക് എത്തുമ്പോൾ ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, വെറും ഒരു ടാബ്ലറ്റ്, വെറും ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നെല്ലിന്റെ അളവിനെയും നെല്ലിന്റെ രീതികളെയും മണ്ണിന്റെ ഘടനയെയും ഇന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്ന അത്ര തരത്തിലേക്കുള്ള ആധുനിക രീതി അല്ലെ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിലുള്ള ആൾക്കാരുമായി സംസാരിക്കുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്?
ഒരുപക്ഷെ ഈ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പോലും നമ്മൾ അറിയാൻ വേണ്ടി ഇടയായത് കൊറോണ എന്ന് പറയുന്ന മഹാമാരിയാണ്. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ടെക്നോളജി ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ ടെക്നോളജി കാർഷിക മേഖലയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സമയമാണ് ഇത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളെ അടുത്തുള്ളവർക്ക് ഉപയോഗിക്കാം. അത് ചിലവ് കുറച്ച് വരവ് കൂട്ടാനുള്ള വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള, എല്ലാ വിളകൾക്കും യോജ്യമായ, എല്ലാ വിളകൾക്കും ഫിറ്റായ ബയോഫിറ്റിനെ കുറിച്ചാണ് നാം ഇന്നിവിടെ പ്രതിപാദിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി തന്നെ ഒരു 3 പിക്ചർ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇന്ന് നമുക്കറിയാം ഇത് ഒരു കാലത്ത് നമ്മുടെ ജനങ്ങളിലൂടെ ജനഹൃദയങ്ങൾ ഇടം നേടിയ 3 വസ്തുക്കളാണ്. പക്ഷെ ഇന്ന് ജനഹൃദയങ്ങൾ ഇടം ഇല്ലാത്ത 3 വസ്തുക്കളാണ്. ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ, ഉദാഹരണത്തിന് നോക്കിയ എന്ന് പറഞ്ഞ മൊബൈൽ തന്നെ എടുക്കാം. മൊബൈൽ ആകുമ്പോൾ എല്ലാവർക്കും ഇന്ന് യൂസ് ചെയ്യുന്ന സാധനമാണ്. മൊബൈൽ തന്നെ നമ്മൾക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ ഇന്ന് ഒരാളെ കയ്യിൽ പോലും ഇല്ല. എന്തുകൊണ്ടാണ്? കാലത്തിനനുസരിച്ച്, ടെക്നോളജിക്കനുസരിച്ച് ചേഞ്ച് ആവാൻ, മാറ്റം വരുത്തുവാൻ വേണ്ടി തയ്യാറാതിരുന്നപ്പോൾ മാർക്കറ്റിൽ നിന്നും ജനഹൃദയങ്ങളിൽ നിന്നും നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അതിനൊക്കെ വ്യത്യസ്തകരമായി നമുക്ക് നമ്മളുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിൽ നിന്നും നമ്മൾ തഴയപ്പെടാത്ത രീതിയിലേക്ക് മാറുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന തരത്തിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കൃഷിയിലൂടെ അഭിവൃദ്ധിയിലേക്ക് പോകുവാൻ വേണ്ടി സാധിക്കുന്നു. എനിക്കൊരു 35 വയസ്സാണുള്ളത്. ഞാൻ വളരെ ഹൃദയപൂർവ്വം സന്തോഷകരമായി എന്ന് പറയുന്നു, ആയിരക്കണക്കിന് മുകളിലുള്ള 70 വയസ്സിനും 60 വയസ്സിനും 50 വയസ്സിനും മുകളിലുള്ള കർഷകർക്ക് സന്തോഷം നൽകുവാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. 5 വർഷമായി തുടർച്ചയായി ഒരു വളങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന എത്ര കർഷകർ ഇവിടെ ഉണ്ടാവും? പല വളങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഒരേ ടൈപ്പ് വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനെയും സസ്യത്തിന്റെ ആരോഗ്യത്തെയും വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. മാർക്കറ്റിൽ നിന്ന് ഔട്ടാവേണ്ട ആവശ്യകതയില്ല. ഇത്തരത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കൂടുതൽ വിലയിലേക്ക്, ജൈവ കൃഷിയിലേക്ക് മാറ്റി കൂടുതൽ വില കിട്ടുന്ന രീതിയിലേക്ക്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് തൃശ്ശൂർ കണിമംഗലം പാടശേഖരം എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ ഏകദേശം 60 ഏക്കറിലധികം തോട്ടത്തിലേക്ക്, 60 മുതൽ 100 ഏക്കർ വരെ തോട്ടത്തിലേക്ക് നമ്മൾ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് വിളകൾ ചെയ്തത്. ആ ചെയ്ത സമയത്ത് ഡബിൾ ഹോഴ്സ് പോലുള്ള വൻകിട കമ്പനിക്കാർ നമ്മുടെ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് അത് ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ, അതും 1 കിലോന് 2 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ച് അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ജൈവ രീതിയിലേക്ക് മാറുന്നതിന്റെ വരുന്ന തലമുറയ്ക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ, നല്ലൊരു ആഹാരത്തെ നമുക്ക് കൊടുക്കുവാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇന്ന് കെമിക്കലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ ഉണ്ടാകുന്ന രോഗശേഷിയൊക്കെ നമ്മൾ അതിലൂടെ പറയേണ്ട ആവശ്യകതയില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പത്രത്തിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. അതോടൊപ്പം തന്നെ ടെക്നോളജി ആയിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ഇതൊരു കമ്പനിയല്ല. കഴിഞ്ഞ 25 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അജയ് ബയോടെക് എന്ന് പറയുന്ന 30 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. 25 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ്. ഓരോ ഉൽപ്പന്നങ്ങളും കർഷകർക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ നെറ്റ്സർഫ് റിസർച്ച് ലാബിൽ പരിശോധിച്ച് കൃത്യമായിട്ട് അവലോകനം ചെയ്തതിനു ശേഷം മാത്രമാണ് അത് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യയിലെ നമ്പർ 1 ലാബ് വൂഹു ഗ്രിന്നി നെറ്റ്സർഫ് കർഷകരിലേക്ക് ഡിസ്കൗണ്ടോടുകൂടി, ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡിസ്കൗണ്ടോടുകൂടിയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു ഇടനിലക്കാരുമില്ല, ഒരു പരസ്യദാതാവുമില്ല, മറിച്ച് കർഷകരിലേക്ക് ഡിസ്കൗണ്ടോടുകൂടി പ്രോഡക്റ്റ് എത്തിക്കുക, അതിലൂടെ കർഷകർക്ക് ഗുണങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് വളക്കടയിൽ നിന്ന് വളങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 1500 രൂപയാണ് അതിന്റെ MRP എങ്കിൽ 1 രൂപ പോലും കുറയ്ക്കാതെ അതിന്റെ കയറ്റുകൂലി പോലും കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ വളങ്ങളും നമ്മുടെ വീട്ടിൽ എത്തിക്കുന്നത്. പക്ഷേ അതൊന്നുമില്ലാതെ നിങ്ങളുടെ വീട്ടിന്റെ പടിക്കലേക്ക് കൊറിയർ ആയിട്ട് പോലും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഉപയോക്താവിന് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പനിയെ ലോകത്തിലെ തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മീഡിയാസ് എല്ലാം തന്നെ ഇന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഫോർബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയവയൊക്കെ ഇന്ന് നമ്മുടെ കമ്പനിയെ ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ കമ്പനി അത്രയ്ക്കും ക്രെഡിബിലിറ്റിയോടുകൂടി ആ കമ്പനിക്ക് 100% വിശ്വാസയോഗ്യമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന തെളിവോടുകൂടിയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല തരത്തിലുള്ള, പല നിറത്തിലുള്ള, പല ഭാവത്തിലുള്ള കുപ്പികളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഖരാവസ്ഥയിൽ നിന്നുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ദ്രാവകാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗം എത്തുമ്പോൾ 25% മുതൽ 40% വരെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു. എങ്ങനെയാണ് ചെലവ് കുറക്കുക? നമ്മുടെ കൈകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവാ. എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. കൈകളിൽ നമുക്ക് ഈ 5 ബോട്ടിൽ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 1 ഏക്കറോ അതിന് മുകളിലേക്കോ വളങ്ങൾ ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. 1 ഏക്കർ വളങ്ങൾ ചെയ്യണമെങ്കിൽ, 1 ഏക്കർ തോട്ടത്തിലേക്ക് വളങ്ങൾ ചെയ്യണമെങ്കിൽ, ഖരാവസ്ഥയിലുള്ള ചാക്ക് കണക്കിനുള്ള വളം ആണെങ്കിൽ അത് കെട്ടി കൊണ്ടുപോയി അത് ചെയ്യണമെങ്കിൽ എത്രമാത്രം എഫേർട്ട് നമ്മൾ എടുക്കണം? അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് ഇതിലൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത, അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഇന്ത്യ മുഴുവൻ സപ്ലൈ ചെയ്യുന്നതാണ്. ഇന്ത്യയിലേക്ക് എവിടെയും GST ബില്ലിൽ നിങ്ങൾക്ക് നേരിട്ട് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് വേറെ ആരും ഒരു പ്രോബ്ലവും ഇല്ലാതെ തന്നെ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ 100% നാച്ചുറൽ ആണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ അത്രയ്ക്കും നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് സസ്യങ്ങളിലേക്ക് വരുമ്പോൾ നോക്കാം. നമ്മൾ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി, നമ്മുടെ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കി, നമ്മുടെ ഉൽപ്പന്നത്തിന്റെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സസ്യങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അതിൽ ഗുണങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. ഒന്നാമതായി സസ്യങ്ങൾ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് ഓക്സിജനിലൂടെ, കാർബൺ ഡൈ ഓക്സൈഡിലൂടെ, ഷുഗറിലൂടെ, ലൈറ്റ് എനർജിയിലൂടെ, വാട്ടറിലൂടെ, മിനറലിലൂടെ തുടങ്ങി നിരവധിയായിട്ടുള്ള ഘടകങ്ങളിലൂടെയാണ് സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട നിരവധി ഘടകങ്ങളുണ്ട്. സൂര്യപ്രകാശം, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, PGR, ബയോസ്റ്റിമുലൻസ്, അവയൊക്കെ വരുന്നുണ്ട്. അതുപോലെ സസ്യങ്ങൾക്ക് വളർച്ച മാത്രമല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ് രോഗങ്ങളാണിന്ന്. മനുഷ്യർക്കുള്ളത് പോലെ രോഗങ്ങൾ വർദ്ധിച്ചതുപോലെ സസ്യങ്ങൾക്കും രോഗങ്ങൾ വർദ്ധിച്ചു. മണ്ണ് മരിച്ചു. മണ്ണ് മരിച്ചാൽ എന്തു ചെയ്യും? മനുഷ്യൻ മരിച്ചാൽ മണ്ണിലോട്ട്, മണ്ണ് മരിച്ചാൽ എന്ത് ചെയ്യും? ആ മണ്ണിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഘടകങ്ങൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാകുന്നു. ആ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. നമുക്ക് നോക്കാം. സസ്യങ്ങളിലേക്ക് വരുമ്പോൾ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും 3 ഘടകങ്ങളാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മൂലകങ്ങളാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗം, സൂക്ഷ്മ മൂലകങ്ങളാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടറാണ്, PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആണ്. അതിൽ ആദ്യം വേണ്ടതാണ് പ്ലാന്റ് ന്യൂട്രിയൻസ്, പ്രധാനപ്പെട്ട മൂലകങ്ങൾ. സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് 14 മൂലകങ്ങൾ വേണമെന്ന് പറയുന്നു. അതിൽ ഒന്നാമത്തെ പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിങ്ങനെ 3ആയി തരം തിരിച്ചിരിക്കുന്നു. അതിൽ പ്രധാന മൂലകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ് ആണ്, മാക്രോ ന്യൂട്രിയൻസ് ആണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം തുടങ്ങിയ NPK എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉപപ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. മൈക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മ മൂലകങ്ങൾ എന്തൊക്കെയാണ്? അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബ്ഡിനം തുടങ്ങിയവയൊക്കെയാണ് സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കാം. ഒന്നാമത്തെ ഘടകം നോക്കാം, മൂലകങ്ങൾ. NPK, യൂറിയ, മഷൂറി, പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ ഏത് കർഷകനും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ പ്രത്യേകത എന്താണ്? അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ കൃത്യമായിട്ട് സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൊബിലേസിയം ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളെയാണ്. അസിറ്റോബാക്ടർ ബാക്ടീരിയ, പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയ, ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയകളെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണ് ഉള്ളത് എന്ന് ആർക്കും സംശയമില്ല. ആ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള ബാക്ടീരിയകളാണ് ഇന്ന് മണ്ണിൽ നഷ്ടപ്പെട്ടിരുന്നത്. എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? നമ്മുടെ രാസവളത്തിന്റെ കെമിക്കലിന്റെ ഉപയോഗം മൂലം ഈ ബാക്ടീരിയകൾ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമായി. ഇന്ന് പഴയ പോലെ മണ്ണിരകളെ കാണാനുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവയൊക്കെ ഈ ആവാസ വ്യവസ്ഥ, അല്ലെ? നമ്മ ഇപ്പോ പണ്ട് നമ്മുടെ എറണാകുളത്ത് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഭാഗത്തുള്ള എല്ലാ വാസസ്ഥലമുള്ളവരും നാട് വിട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ജീവിക്കാൻ പറ്റിയ ആവാസ വ്യവസ്ഥയില്ല. അതുപോലെ ആവാസ വ്യവസ്ഥ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ മണ്ണിരകൾ മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി താഴോട്ട് സഞ്ചരിച്ചു. ആ മണ്ണിരകളെ തിരിച്ചെടുക്കുവാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ രാസവളങ്ങൾ NPK കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ പറയാറുണ്ട്. വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൃത്രിമമായി ശ്വാസം കൊടുക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ ആ വയറങ്ങ് എടുത്തു കഴിഞ്ഞാൽ, ആ ശ്വാസനാളത്തിലൂടെ പോകുന്ന ആ വള്ളി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മരണം സംഭവിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സസ്യത്തെ മനുഷ്യനുമായി താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്.
പലപ്പോഴും ഞാൻ നിരവധിയായിട്ട് ഒരു ദിവസം തന്നെ 50 കർഷകരായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാ കർഷകരും ചോദിക്കുന്നത്, നമുക്ക് ഇത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, മനുഷ്യന് നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് കഞ്ഞി തരികയാണ്. ഉച്ചക്ക് കഞ്ഞിക്ക് സൈഡ് ഡിഷ് ഒന്നുമില്ല, വെറും കഞ്ഞി മാത്രം, ഉപ്പുമില്ല, ഒന്നുമില്ല, വെറും കഞ്ഞി മാത്രം നമുക്ക് തരികയാണ്. നമ്മളത് കുടിക്കാൻ ബാധ്യസ്ഥനാവോ? അത് ടേസ്റ്റ് ഉണ്ടാവുമോ? വിശന്നാൽ നമ്മൾ കുടിക്കും, ശരിയാണ്. പക്ഷേ അതിന്റെ കൂടെ കൂട്ടുകറിയും പപ്പടവും അച്ചാറും നമ്മുടെ അവിയലും വരികയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് മാറും അല്ലേ? നമുക്ക് കുറച്ചും കൂടെ നമുക്ക് നല്ലൊരു നമ്മൾ സ്വാദിഷ്ടമായി നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ സസ്യങ്ങൾക്കും കൊടുക്കുന്നത്. അവർക്ക് വേണ്ട ഘടകങ്ങൾ അവിയലായിട്ടും കൂട്ടുകറിയായിട്ടും സാമ്പാറായിട്ടും നമ്മൾ വറവായിട്ടും അച്ചാറായിട്ടും പപ്പടമായിട്ടും പായസമായിട്ടും ഒന്ന് വിളമ്പി കൊടുക്കുമ്പോൾ ആ സസ്യങ്ങൾക്ക് അത് കൃത്യമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന് പറയുന്ന നമ്മുടെ ലിക്വിഡ് ഈ ബാക്ടീരിയൽ ബേസ് ആയിട്ടുള്ള വളങ്ങളിലൂടെ സാധിക്കുന്നു. വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചാൽ മതി, കൈകളിൽ പിടിച്ചുകൊണ്ട് പോകാം. എത്ര എക്സ്പെൻസ് നമുക്ക് ലാഭം. പക്ഷേ ഈ എക്സ്പെൻസ് ലാഭമായി സസ്യത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കണമെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം. ഈ ക്ലാസ് കേട്ട് വീട്ടിലിരുന്നാൽ നമുക്ക് സാധിക്കില്ല. നമ്മളത് കുറച്ച് ഭാഗമെങ്കിലും, എത്ര സ്ഥലമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഭാഗത്തെങ്കിലും നമ്മുടെ വളങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, ചെറിയ വിളകളാണെങ്കിൽ, പച്ചക്കറികളാണെങ്കിൽ 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും. വലിയ വിളകളാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും. ചെറിയ കവുങ്ങിൻ തൈകളോ തെങ്ങിൻ തൈകളോ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 20 മുതൽ 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഞാൻ നേടിത്തരുന്നതാണ്. അത്രയ്ക്ക് ഇത് ഉപയോഗിച്ചവരുടെ അനുഭവക്കുറിപ്പിലൂടെയാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ആ NPK നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു. അസിറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയ, പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ, ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഷേത്ത് എന്ന് പറയുന്നത്, സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത്. മണ്ണിന്റെ ഘടനയെ വ്യത്യാസപ്പെടുത്തുവാൻ, അതെ, നമ്മൾ രണ്ടാമത്തെ ഘടകം പറഞ്ഞു. ഒന്നാമത്തെ മൂലകങ്ങളാണെങ്കിൽ രണ്ടാമത്തെ വളപ്രയോഗം സൂക്ഷ്മ മൂലകങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ആ കറുത്ത ബോട്ടിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്. അതൊരു മണ്ണിന്റെ വളക്കൂറിനെ സ്വാധീനിക്കുന്ന, വളക്കൂറിനെ മാറ്റം വരുത്തുന്ന, മണ്ണിരകളെ സ്വാധീനിക്കുന്ന, മണ്ണിന്റെ pH ലെവലിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ഷേത്ത് എന്ന് പറയുന്നത്. മണ്ണിരകളെ അത് ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റം വരുത്തുന്നു. മണ്ണിന്റെ മൂലകങ്ങളെ നമ്മൾ NPK ഉപയോഗിച്ച് ഷേത്തും കൂടെ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ ഘടന വളക്കൂറുള്ളതാക്കി മാറ്റുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? 5 ടൺ കാലിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമാണ് ഈ ഷേത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? 5 ടൺ വളം നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എത്ര എക്സ്പെൻസ് നമ്മൾ കൊടുക്കണം? ഇതൊരു കയ്യിൽ ഒരു വിരൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പോവാം. ഒരു വിരൽ വെച്ച് പോയാൽ മതി. നമുക്ക് ആ തോട്ടത്തിലേക്ക് ഒരു ഡ്രം ഉണ്ടെങ്കിൽ അവിടെ വെള്ളം കലക്കി നമുക്ക് തന്നെ ഉപയോഗിക്കാം. ലേബർ കോസ്റ്റ് 100% നമുക്ക് ഒഴിവായി. അത്തരത്തിൽ മണ്ണിൽ നമ്മൾ തെങ്ങിനോ അല്ലെങ്കിൽ മറ്റിനോ തടമെടുക്കേണ്ട ആവശ്യമില്ല. തടമെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്? വേര് മുറിച്ച് കളയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് അതിന്റെ ഇലകളൊന്ന് മാറ്റുന്നു, മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു, അതേപോലെ ഇല അങ്ങ് മൂടി കൊടുക്കുന്നു. ഇത് ബാക്ടീരിയ ആണ്, ഇത് പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഉപയോഗിച്ച് അന്ന് മുതൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ആ നാനോ ബയോടെക്നോളജിയിലൊക്കെ പ്രത്യേകത എന്താണ്? ഉപയോഗിച്ച് അന്ന് മുതൽ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അല്ലാണ്ട് വേറൊന്നും നോക്കുന്നില്ല. ഉപയോഗിച്ചു, പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് സസ്യത്തിനുള്ള പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന് പ്രതിരോധ ശേഷിയുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, സസ്യങ്ങൾക്ക് പ്രതിരോധ ശേഷിയുണ്ട്. അതുകൊണ്ടാണ് മുന്നേ ഈ മണ്ണിലെ ഘടനയിലുണ്ടാകുന്ന വ്യത്യാസം മൂലം സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ മാറ്റം വരുത്തുന്നു. ഈ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് എന്തുകൊണ്ടാണ് പ്രതിരോധ ശേഷി പോകുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മണ്ണിലുണ്ടാകുന്ന വ്യത്യാസമാണ്, മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ആ മണ്ണിന്റെ ഘടനയെ, ആ മണ്ണിന്റെ വളക്കൂറിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. ഉദാഹരണത്തിന് നോക്കിയാൽ മരച്ചീനി മാത്രം നോക്കിയാൽ കപ്പ അറിയാത്ത ആരും ഉണ്ടാവില്ല. ആ കപ്പ മരച്ചീനിയെ നിങ്ങൾ പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കയ്പ് രസം ഉൽപ്പാദിപ്പിക്കും. എന്തുകൊണ്ടാണ് കയ്പ് രസം ഉൽപ്പാദിപ്പിക്കുന്നത്? അതിന്റെ പ്രതിരോധ ശേഷിയാണ് എന്നത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് മണ്ണിന്റെ അടിയിൽ വന്ന ഒരു എലിയോ പെരിച്ചായോ ആ കപ്പയുടെ അടി മാന്തി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും ആ കപ്പയെ അതിനെ കഴിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതിന് സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സസ്യത്തിനും പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ഈ അസുഖങ്ങൾ കൂടുതലായിട്ട് വർദ്ധിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം നോക്കിയാൽ കൊറോണ വന്നു കഴിഞ്ഞത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വന്നത്?
കൊറോണ വന്നത് ഏറ്റവും കൂടുതൽ വന്നത് ആർക്കാണ്? പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കാണ്. ബാക്കി എല്ലാവർക്കും ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും. പക്ഷെ പുറത്തേക്ക് പോലും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പ്രതിരോധ ശേഷി വർധനവുള്ളവർക്ക്. അത്തരത്തിൽ നമുക്ക് പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുവാനും ഈ ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. തികച്ചും ജൈവികമാണ് ഈ ഉൽപ്പന്നം, ജൈവമാണ്, നാനോ ആണ്. അതുകൊണ്ട് തന്നെ 100% ഗ്യാരണ്ടിയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ രണ്ടാമത്തെ ഘടകം പഠിച്ച മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് PGR ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ട് ഉപയോഗിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റിം റിച്ച്? അതിൽ തന്നെയുണ്ട് റിച്ച് ആക്കുക, സ്റ്റിമ്മിനെ റിച്ച് ആക്കുക. റൂട്ട് മുതൽ ഫ്രൂട്ടിന്റെ ഘടകത്തെ വരെ സ്വാധീനം ചെലുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. അതായത് വേര് മുതൽ കായയുടെ സൈസിനെ വരെ ഒരേ സമയം കായ്ക്കാൻ, ഒരേ സമയം പുഷ്പിക്കാൻ, ഒരേ സമയം കായ്ക്കാൻ, ഒരേ സമയം വിളവെടുക്കാൻ വേണ്ടി നമുക്ക് സ്റ്റിം റിച്ചിലൂടെ സാധിക്കുന്നു. പൾവിക്ക്, ഹ്യൂമിക്ക്, CVD എക്സ്ട്രാക്റ്റിന്റെ ഒരു മിശ്രിതമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. സ്റ്റിം റിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് 2 വേരുകളാണുള്ളത്. ഒന്നാമത്തെ വേര് എന്ന് പറയുന്നത് കറുത്ത വേര്, രണ്ടാമത്തെ വേര് എന്ന് പറയുന്നത് വെളുത്ത വേര്. എന്താണ് ഈ കറുത്ത വേരുകളുടെ പ്രത്യേകത? എന്താണ്? അത് സസ്യങ്ങൾക്ക് ആവശ്യമായ തായ് വേര് അഥവാ വെള്ളം ശേഖരിക്കുന്ന വേരെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് വെളുത്ത വേര്? വെളുത്ത വേര് എന്ന് പറയുന്നത് മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സസ്യത്തിന് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു സൈക്കിളാണ് നമ്മുടെ വെളുത്ത വേരുകളോട് സ്വാധീനിക്കുന്നത്. ഈ വെളുത്ത വേരുകൾ ഇന്ന് കുറവല്ല. നിങ്ങൾ സസ്യങ്ങൾക്ക് നോക്കിക്കോളൂ, ഈ വെളുത്ത വേരുകൾ ഇന്ന് കുറവാണ്. എന്തുകൊണ്ടാണ്? ഈ പ്രതലത്തിൽ എന്തെങ്കിലും വേണ്ടേ കൊടുക്കാൻ? ഒന്നുമില്ല. ആ പ്രതലത്തിലുള്ള നമ്മുടെ വളക്കൂറ് ഇപ്പൊ NPKയും സേതു ഉപയോഗിച്ചു, സ്റ്റിം റിച്ചും കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ മൂലകങ്ങളായി, സൂക്ഷ്മ മൂലകങ്ങളായി, വളമായി, 5 ടൺ കാലിവെള്ളത്തിലെ എസൻസിന് തുല്യമായ ബാക്ടീരിയ ആയി, പ്ലസ് സ്റ്റിം റിച്ചും കൂടെ ആവുമ്പോൾ, ഗ്രോത്ത് പ്രൊമോട്ടറും കൂടെ ആവുമ്പോൾ, വെളുത്ത വേരുകൾ വരുമ്പോൾ സസ്യത്തിന്റെ വളക്കൂറ്, മണ്ണിന്റെ വളക്കൂറ് മാറുമ്പോൾ സസ്യത്തിന്റെ വളങ്ങൾ, അതിന്റെ പ്രതിരോധശേഷിയെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വെളുത്ത വേരുകൾ പ്രോത്സാഹിക്കപ്പെടുമ്പോൾ അതിന്റെ റൂട്ടിനെ, അതിന്റെ ഫ്രൂട്ടിനെ പോലും സ്വാധീനം ചെലുത്തിക്കൊണ്ട്, അതായത് ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ തേങ്ങ മണ്ടരി രോഗം നമുക്ക് ഇത് ഉപയോഗിച്ചവർക്ക്, കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ മണ്ടരി രോഗം മാറ്റി സസ്യത്തിന്റെ ആ തേങ്ങയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്നു, ഉൾക്കാമ്പ് വർദ്ധിപ്പിക്കുന്നു. അടക്കയുടെ തൂക്കം 1 കിൻഡൽ കിട്ടിയവർക്ക് 1.5 കിൻഡൽ കിട്ടും എന്ന് പറയുമ്പോൾ വളരെ കൊല 10 കൂടിയിട്ടല്ല, മറിച്ച് അതിന് ഉൾക്കാമ്പ് വർദ്ധിച്ചു, വെയിറ്റ് കൂടി. അത്തരത്തിൽ അതിലൂടെ നമുക്ക് സസ്യത്തിന്റെ വെയിറ്റ്, അതായത് ഫ്രൂട്ടിന്റെ ക്വാളിറ്റിയെ, ഫസ്റ്റ് ക്വാളിറ്റി. ഇപ്പൊ റബ്ബർ നോക്കിക്കഴിഞ്ഞാൽ റബ്ബറിന് ഉപയോഗിച്ചവർക്ക് 100 മരത്തിൽ നിന്ന് 10 ഷീറ്റ് കിട്ടിയവർക്ക് 20 ഷീറ്റാണ് കിട്ടുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നത് 25 മുതൽ 50% വരെയുള്ള ഈൽഡ് വർധനവോ പറയുന്നത്. പക്ഷേ 25% മുതൽ 100% വരെ ഈൽഡ് വർധനവ് ലഭിച്ചവരുണ്ട്. 10 ഷീറ്റ് കിട്ടിയവർ 20 ഷീറ്റ്. അത് മാത്രമല്ല, ഈ 20 ഷീറ്റ് കിട്ടിയവർക്കുള്ള പ്രത്യേകത എന്താ അറിയോ? 600 ഷീറ്റ് ആയിരുന്നു അവർക്ക് മുന്നേ ലഭിച്ചത്. ഇപ്പൊ അവർ 800 ഗ്രാം ഷീറ്റാണ് അവർക്ക് എടുക്കുന്നത്. അത്രയ്ക്കും വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു. സ്റ്റിം റിച്ച് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ 5 ഉൽപ്പന്നങ്ങൾ ആണ് നമ്മുടെ കാർഷിക മേഖലയിലുള്ളത്. ഈ 5 ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ വളരെയധികം നമ്മൾ പ്രത്യേകതയായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെമിക്കലായിട്ടുള്ള ഈ 5 ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കാം. മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. കെമിക്കലായിട്ടുള്ള ഉപയോഗിച്ച ഡ്രം, സ്പ്രേയർ, അങ്ങനത്തെ ഒരു നമ്മുടെ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഉപയോഗിക്കാൻ മാസ്ക് ധരിക്കണം എന്നൊന്നുമില്ല. ഇത് പൂർണ്ണമായിട്ട് ജൈവമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള യാതൊരുവിധ ഉപയോഗിക്കണം എന്നുള്ള യാതൊരുവിധ നിബന്ധനയും അവിടെ ഇല്ല, നിർബന്ധവുമില്ല. നിങ്ങൾക്ക് അതൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഇത് ഉപയോഗിക്കുന്ന ഒരാളാണ്. ആ ഉപയോഗിക്കുന്ന എന്റെ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാകും, ഞാൻ ഒരു മാസ്കോ ഒരു ഗ്ലൗസോ ഇടാതെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത്രയ്ക്ക് നമുക്ക് വിശ്വാസപൂർവ്വമായിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളത്. ഒരു അലർജി പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ചുള്ളിക്കരയിൽ ഒരു ബെന്നിച്ചേട്ടനുണ്ട്. ആ ബെന്നിച്ചേട്ടൻ അലർജി ഉണ്ട്, ഇത് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കണ്ട. എന്നാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും കൂടെയാണ് വീഡിയോ എടുത്തിട്ടാണ്, വീഡിയോ അതിലുണ്ട്. വീഡിയോ എടുത്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹം ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചില്ല. അവർക്ക് ചാണകം മുട്ടിയാൽ പോലും അലർജി ആയിരുന്നു. അപ്പൊ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലൗസോ അല്ലെങ്കിൽ മാസ്കോ ഒക്കെ ധരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള, ഇന്ന് ഏകദേശം 10,000 കവുങ്ങിനും ഒരു 1300 നമ്മുടെ ചെറിയ കവുങ്ങിനടക്കം ടോട്ടല് ഒരു 2000 മുകളിലുള്ള റബ്ബറിനടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്.
അത്രയ്ക്കും നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരു ഇതാണ്. വലതുവശത്ത് ഉപയോഗിച്ചതാണ്. നമുക്ക് സീഡ് ജെർമിനേഷൻ മുതൽ, വിത്ത് സംസ്കരണം മുതൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെളുത്ത വേരുകൾ, അതുപോലെ ലീഫ് സ്റ്റേജ് ഒക്കെ വലിപ്പം കൂടിയ ഈ ഇടതുവശത്ത് കാണാം. അത് ഉപയോഗിക്കാത്തതാണ്. അതിന് പല മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി കാണാം. നമ്മുടെ ഉപയോഗിച്ചത് അത് വളരെയധികം വളർന്നതും അതിന്റെ പിന്നെ വളക്കൂറും വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ വെജിറ്റേറ്റീവ് ഗ്രോത്തിന്റെ സമയത്ത് ഫ്ലവറിംഗ് സ്റ്റേജ് ഒരേ സമയത്ത് പുഷ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വിളവെടുക്കാൻ ഇപ്പൊ വാഴയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പലപ്പോഴും വാഴ കർഷകർക്ക് പറ്റുന്ന എന്താണ്, പല ടൈമിലാണ് അവർക്ക് വിളവെടുക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി, ഒരു 90% ഒരേ സമയം വിളവെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ ഒരേ ഫസ്റ്റ് ക്വാളിറ്റി കായായിരിക്കും, മുകളിൽ നിന്ന് താഴെ വരെ ഫസ്റ്റ് ക്വാളിറ്റി കായായിരിക്കും തുടങ്ങിയതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുറച്ച് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് അയച്ചുതരാം. ഇപ്പം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ റിസൾട്ടൊക്കെയാണ് യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാത്തവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്കത് ലഭ്യമാവുന്നതാണ്. അതുപോലെ കുമ്മായ ഉപയോഗിക്കുന്ന കർഷകരാണെങ്കിൽ കാർഷിക മേഖലയിലുള്ള കൃഷി ഓഫീസർമാർ പോലും കുമ്മായത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് കുമ്മായം. അത് ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചൂട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളും മണ്ണിരകളും ഒക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് നമുക്ക് കുമ്മായം പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന, കുമ്മായം പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വളങ്ങളാണ് നമ്മുടെ മണ്ണിന്റെ അമ്ലത്വമൊക്കെ മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ NPK, ഷേത്ത്, സ്റ്റിംറിച്ച് തുടങ്ങിയവ. ഇത് കുരുമുളകിന് വന്ന ഒരു റിസൾട്ടാണ്. ഈ കുമ്മായത്തിലൊക്കെ മണ്ണിരകൾ ഇട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താം. അതിനൊക്കെ ടൈം വേണ്ടതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് 8:30 ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് അതിന്റെ സംശയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ഇതൊക്കെ മഞ്ഞളിപ്പിൽ വന്ന മാറ്റങ്ങളാണ്. എനിക്ക് ആ റാപ്പപ്പിനെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഇത് വെജിറ്റേറ്റീവ്, നമ്മുടെ വീട്ടിനുള്ളിലുള്ള, കാരണം ഇന്ന് ഇന്റീരിയർ ഗാർഡനിങ് വളരെയധികം ചെയ്യുന്നവരാണ് നമ്മൾ, അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നെൽകൃഷിയിലേക്ക് ഉപയോഗിച്ചതിന്റെ റിസൾട്ടാണ്. പച്ചക്കറി കൃഷിയിലേക്ക് ഉപയോഗിച്ചതാണ്. അത് നെൽകൃഷി, അങ്ങനെ നിരവധിയായിട്ടുള്ള എല്ലാ വിളകൾക്കും ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗത്തിലേക്കൂടെ വരുന്നത്. അത് ഉപയോഗിച്ചതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഇത് നമുക്ക് ബയോ90 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. ബയോ90 എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് സർഫേസ് സ്പ്രെഡർ ആയിട്ടും ഗമ്മർ ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഉദാഹരണത്തിന് പറയുന്നത് വാഴ എന്ന് പറയുന്ന ഒരു സസ്യത്തെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ചേമ്പ് തുടങ്ങിയ ഇലകളിൽ വെള്ളം പിടിക്കാതിരിക്കുന്ന പ്രദേശങ്ങളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി ബയോ90 നമുക്ക് യൂസ് ചെയ്യാം സ്റ്റിംറിച്ചിന്റെ കൂടെ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത് ആക്റ്റീവ് സ്പ്രെഡർ ആയിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ സ്പ്രേ ചെയ്യാം. നമുക്ക് സ്റ്റിംറിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് യൂസ് ചെയ്യാം. പക്ഷേ സ്റ്റിംറിച്ച് അല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മഴ വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഇതിവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഈ ബയോ90. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇലകളുടെ pH ലെവലിനെ പോലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. വളരെ എഫക്റ്റീവാണ്. പക്ഷെ അതില്ലാതെ തന്നെ റിസൾട്ട് വരുന്നത് കൊണ്ട് ഇത് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ്, നമുക്ക് 10 മില്ലി ഉപയോഗിക്കുന്നത് 5 മില്ലി മതി. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകത ഇതിലുണ്ട്. പക്ഷെ ഇതിന്റെ നമ്മുടെ ബാക്കി പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതില്ലാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ബയോ90 എന്ന് പറയുന്നത്. അതുപോലെ ഇൻടാക്ട് കീടപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഈ റാപ്പപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള, കണ്ണിൽ കാണാത്ത ഫംഗസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ റാപ്പപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുപോലെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അതിലൂടെ നമുക്ക് പൂപ്പലായാലും നമ്മുടെ സസ്യങ്ങളുടെ ഫംഗൽ മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അത് പ്രിവെന്റീവായി അതിനെ നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് അടിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ തുരിശോ മറ്റ് COC പോലുള്ള മറ്റുള്ളവയൊക്കെ അടിക്കുമ്പോൾ സസ്യത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുന്നു. ഇത് പ്യുവർ ആയിട്ട് ഓർഗാനിക് ആണ്, നാനോ ടെക്നോളജിയുടെ നിർമ്മിച്ചാണ്. ഇതൊരു ആവരണം പോലെ, റാപ്പപ്പ് ആണ് അല്ലെ, അതൊരു ആവരണം പോലെ അവിടെ കിടക്കുന്നു. അപ്പൊ ഈ ആവരണം പോലെ അവിടെ കിടക്കുമ്പോൾ മറ്റ് ബാക്ടീരിയകൾ വന്ന് അറ്റാക്ക് ചെയ്യാതെ
ആ ഒരു നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കുട നമ്മൾ പിടിക്കുന്നു. നമുക്ക് വെയിലൂടെ പോകുമ്പോൾ ഒരു കുട പിടിക്കുമ്പോൾ നമുക്ക് തണൽ നൽകുന്നു. അതുപോലെ മഴയിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു കുട പിടിക്കുമ്പോൾ നമുക്ക് ആ വെള്ളം നമ്മൾ നനയാതെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബാഡ് ബാക്ടീരിയകളിൽ നിന്നും സസ്യത്തെ സംരക്ഷിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ആ റാപ്പപ്പിന്റെ വിശദീകരണം നമ്മുടെ സോമൻ സാർ, അദ്ദേഹം നിരവധിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തൃശ്ശൂർ മേഖലയിലുള്ള തൃശ്ശൂർ, കണ്ണൂർ, കേരളത്തിൽ മുഴുവൻ നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം റാപ്പപ്പ് ഉപയോഗിച്ചതിന്റെ ഒരു ഗുണങ്ങൾ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കുന്നതാണ് ഈ ഒരു മീറ്റിംഗിന് ശേഷം. അതുപോലെ തന്നെ കളനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് CFC പ്ലസ്. അതായത് പശുക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ക്ഷീര കർഷകരുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു ഉൽപ്പന്നമാണിത്. 36ലധികം വിറ്റമിൻസും മിനറൽസും പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അടങ്ങിയ വളരെ പ്രധാനപ്പെട്ട 10 മുതൽ 15% വരെ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്ന, റീഡിങ് വർദ്ധിപ്പിക്കുന്ന, ഫാറ്റിൽ വർധനമുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് ഉപയോഗിക്കുന്നത്. CFC പ്ലസ് എന്ന് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ 100 രൂപ പോലും, ഒരു പശുവിൽ നിന്ന് 100 രൂപയുടെ അധിക വരുമാനം ലഭിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അയച്ചുതരാം. 10 മുതൽ 15 ഗ്രാം വരെയാണ് ഇത് കൊടുക്കേണ്ടത്. പഴത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ നമുക്കിത് കൊടുക്കാം. അതുപോലെ പശുക്കളെ കുളിപ്പിക്കുന്ന ഓർഗാനിക് ഷാമ്പു ഒക്കെ നമുക്ക് ഇതിലുള്ളതാണ്. ഇത്രയുമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. അതുപോലെ മീനിന് കൊടുക്കാൻ വേണ്ടി പറ്റിയ 3 ഉൽപ്പന്നങ്ങളൂടെയാണ് നമുക്കുള്ളത്. മീനിന്റെ ഘടകത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന, വെള്ളത്തിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യുന്ന, വെള്ളം ക്ലിയർ ചെയ്യുന്ന, ഫീഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന 3 ഉൽപ്പന്നങ്ങളൂടെയാണ് നമുക്കുള്ളത്. ഓർഗാനിക് ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റിംഗ് ഇവിടെ തീരാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി കർഷകരുള്ള സംശയമാണ്. സംശയത്തിലുപരി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ, ഞാനും ഇത് 2020 ചെറിയൊരു ഭാഗത്ത് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് വളരെയധികം ആകാംക്ഷപൂർവ്വം നോക്കിയ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഞാൻ വലിയ കർഷകനൊന്നുമല്ല. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കർഷകർക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത നൽകുവാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നുണ്ട്. അതിൽ 1 ഏക്കർ മുതൽ 100 ഏക്കർ വരെ തോട്ടത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം നൽകുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ കർഷക സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരു വാക്ക് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. വരുന്ന വളരുന്ന തലമുറയ്ക്ക് ഒരു മാറ്റം ജൈവ കൃഷിയിലൂടെ നമുക്ക് ഈ ഉൽപ്പന്നത്തിലൂടെ ഉണ്ടാക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കുഞ്ഞുണ്ണി മാഷെ ആ ഒരു ആപ്തവാക്യം മനസ്സിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഞാൻ ഉപയോഗിക്കട്ടെ, ഞാൻ നന്നാവട്ടെ, എങ്കിൽ മറ്റൊരാളും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നു, 8547666622. ഇനി കർഷകരുടെ സംശയത്തിനുള്ള സമയമാണ്. നമ്പർ ഒന്നും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നു, 8547666622. അതുപോലെ തൃശ്ശൂർ മേഖലയിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് വിതരണം ചെയ്യുന്ന സോമൻ സാർ ഇവിടെയുണ്ട്. ആ സോമൻ സാറിന്റെ നമ്പർ അദ്ദേഹം പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു മീറ്റിംഗ് ശ്രവിച്ച എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട്, നമ്പർ ചാറ്റ് ബോക്സിൽ ഒന്നുകൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ പേര് നിതീഷ് എന്നാണ്. നിതീഷ് VP, കണ്ണൂരാണ് സ്ഥലം. എല്ലാവർക്കും നന്ദിയുടെ സ്നേഹപൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് സംശയത്തിനുള്ള ഒരു ടൈമാണ്. ഏവർക്കും എന്ത് സംശയം ഉണ്ടോ എന്ന് ചോദിക്കാം. ഒരു 5 മിനിറ്റ് നേരം അതിനുവേണ്ടി നമുക്ക് ചെലവഴിക്കാം. താങ്ക് യു. സോമൻ സാറിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞോളൂ സാർ. സാറേ നമസ്കാരം. നമസ്കാരം. സാറിനെ പരിചയപ്പെടുത്തി ഒന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് സോമൻ, വീട് കൊടകര കോടാലി ഭാഗത്താണ്. ഞാൻ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നെറ്റ് സർഫിന്റെ പ്രൊഡക്റ്റുകൾ കർഷകരിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിതിൽ പറയാനുള്ള ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ എടുത്തു പറയാനായിട്ട് റാപ്പപ്പാണ്. റാപ്പപ്പ് എന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ നിതീഷ് സാറ് പറഞ്ഞു, അവിടെ ഫംഗസിന്റെയും ബാക്ടീരിയകളുടെ ഒക്കെ കുറവ് അത് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാപ്പപ്പ് ഉപയോഗിക്കുന്നത്. ഫംഗസ് വരുന്നതിന് മുന്നേ റാപ്പപ്പ് പ്രയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വരുന്നത് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. കാരണം റാപ്പപ്പ് എന്ന പ്രൊഡക്റ്റ് നമ്മുടെ ചെടികൾക്ക് വളരെ അത്യാവശ്യം. എങ്ങനെയായാലും ഫംഗസ് കയറും. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ജാതി, കവുങ്ങുകള്, കവുങ്ങിന് അടക്കാരത്തിനൊക്കെ മഞ്ഞളിപ്പ്, അതുമാതിരി പട്ട ഉണങ്ങല്, ഇതിനൊക്കെ ഏറ്റവും നല്ലത് റാപ്പപ്പാണ്. റാപ്പപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
റാപ്പപ്പ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കവുങ്ങിനൊക്കെ നല്ല മാറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പ്രാവശ്യം കൊണ്ട് നിർത്തരുത്. അത് 1, 2, 3 പ്രാവശ്യം അത് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ എനിക്കൊരു നിതീഷ് സാർ ഇട്ട് തന്ന നമ്പർ തന്നെയാണ്. അതായത് അടിച്ചിൽ അതിരപ്പള്ളി റൂട്ടിൽ എനിക്കൊരു വലിയൊരു വർക്ക് കിട്ടി. വലിയെന്ന് വെച്ചാൽ ഒരു 50 റാപ്പപ്പ് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം. അത് നമ്മുടെ ജാതി മരത്തുമ്പോഴാണ് അത് അവര് മറ്റേ ഇതാണ് തെളിച്ചുകൊണ്ടിരുന്നത്, കുമ്മായം, തുരിശും ചുണ്ണാമ്പും. അങ്ങനെ അത് മാറ്റി ഞാൻ പോയി കണ്ടു. ജാതി മരങ്ങളൊക്കെ പോയി കണ്ടു. അവിടെ ആള് ആ സ്പോട്ടിൽ തന്നെ 50 റാപ്പപ്പ് ഓർഡർ ചെയ്ത് അത് സ്പ്രേ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു വീണ്ടും അത് ഞങ്ങൾ ഈ ഒക്ടോബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഇതോടുകൂടി വീണ്ടും റാപ്പപ്പ് തന്നെ കൊടുക്കും. നല്ല വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് നമ്മുടെ ഉടമസ്ഥൻ പറഞ്ഞത്. അപ്പൊ റാപ്പപ്പ് എല്ലാ കർഷകരും തുടക്കത്തിലെ തന്നെ കവുങ്ങ് അതുമാതിരി ജാതി ഇതിനൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാറേ, താങ്ക് യു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ വിലയേറിയ ആ ഒരു നിർദ്ദേശങ്ങൾക്ക് വളരെയധികം നന്ദി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്കുള്ള ആ ഒരു ഗുണങ്ങൾ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമുക്കൊരു 8:45 മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യണം. ആർക്കും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം. എന്റെ പേര് ഷൈൻ. ഞാൻ നോർത്ത് പറവൂരിന്നാണ്. ഓക്കെ, ഞാൻ വിളിച്ചതേ, ഈ ഞാനിപ്പോ ചെറിയ രീതിയിൽ പച്ചക്കറി ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. ആ അപ്പൊ ഞാൻ ഈ നെറ്റ് സർഫിന്റെ ഏത് പ്രൊഡക്റ്റ് ആണ് ആദ്യം ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തന്നെ. നമ്മുടെ പച്ചക്കറികളായാലും ഏത് വിളകളായാലും നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു രീതി, ഉപയോഗിക്കേണ്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് നമ്മുടെ NPK ഷേത്ത് സ്റ്റിംറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ റാപ്പപ്പ്, അതുപോലെ നമ്മുടെ ബയോ ലാർവിസൈഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അത് ആ ഏത് സ്റ്റേജിലാണ് എന്നനുസരിച്ചിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ. ഈ 5 ഉൽപ്പന്നങ്ങളും തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഏത് ആ സ്റ്റേജാന്നുള്ളത് എന്റെ പേഴ്സണലി വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഗൈഡ് ലൈൻസ് തരാം. ആ പ്രൊഡക്റ്റ് ആ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് സാറിന് പ്രൊഡക്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ശരി ശരി, ഓക്കെ, താങ്ക്സ്. ഇപ്പൊ എത്ര എന്തൊക്കെ വിളകളാ ചെയ്യുന്നത്? ചെറിയ പാവല്, പീച്ചിങ്ങ, പടവലങ്ങ, ചീര. ഓക്കെ ഓക്കെ, അതിൽ നമുക്ക് സ്റ്റിംറിച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സ്പ്രേ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാം. ശരി ഓക്കെ, ഒന്ന് ശരി. നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതിൽ വിളിച്ചാൽ മതി. നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ സാർ, ശരി, താങ്ക്സ്. താങ്ക് യു. ശരി ശരി. ഹലോ, ആർക്കും എന്തെങ്കിലും സംശയങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്താൽ മതി, അൺമ്യൂട്ട് ചെയ്താൽ മതി. താഴെ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാം. സാറേ, തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടോ എന്തെങ്കിലും? തൃശ്ശൂർ ഭാഗത്ത് വരാലോ, ഏത് സമയത്ത് വേണമെങ്കിൽ വരാം. അവിടെ കൊയ്ത്ത് കഴിഞ്ഞു പോയി, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചൊരു ബിസിയിലായി പോയി, അതുകൊണ്ട്. അപ്പൊ ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം, ശുഭരാത്രി നേരുകയാണ്. നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ. കാരണം നമ്മൾ കേട്ടു പോകുന്നതല്ല, മറിച്ച് നമുക്ക് സ്വന്തമായി കിട്ടുന്ന അനുഭവങ്ങളാണ്, മറ്റുള്ള അനുഭവങ്ങളല്ല. സ്വന്തമായിട്ടുള്ള അനുഭവങ്ങൾ ലഭ്യമാകുമ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും നന്ദിയുടെ കൂപ്പുകൈ. ആർക്കും സംശയങ്ങളില്ല എന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു വെരി മച്ച്. നമുക്ക് ശനിയാഴ്ച വീണ്ടും കാണാം. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ.